Good morning, all. Today we are going to discuss the topic e-business and e-commerce. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇ-കൊമേഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇ-കൊമേഴ്സും ഇ-ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇൻ്റർനാഷണലി ഈ രണ്ട് ടേംസും ഇൻ്റർചേഞ്ചബിളി അല്ലെങ്കിൽ സൈമൾട്ടേനിയസ്ലി യൂസ് ചെയ്യാറുണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് ദേ ബോത്ത് കൺവേ സെയിം മീനിങ്. ഹൗവർ ദർ ഈസ് സ്ലൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇ-ബിസിനസ് ആൻഡ് ഇ-കൊമേഴ്സ്. Electronic business is a business-to-business initiative aimed at communicating business transaction document on a real-time or near real-time basis between non-trading partners such as suppliers, customers, etc. ഇവിടെ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇലക്ട്രോണിക് കോമേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇലക്ട്രോണിക് ബിസിനസ്സാണ്. അതൊരു ബിസിനസ് ടു ബിസിനസ്, B2B എന്ന് പറയും. ബിസിനസ് ടു ബിസിനസ് ഇനീഷ്യേറ്റീവാണ്. അതായത് സപ്ലയേഴ്സൊക്കെ ആയിട്ട് അവരുടെ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ പർച്ചേസ് ഇൻവോയ്സസ് സെൻഡ് ചെയ്യുക, പിന്നെ കൊട്ടേഷൻസ് അയച്ചു കൊടുക്കുക, സാധനങ്ങൾ ഡെലിവറി ചെയ്യാനുള്ള പ്രൈസിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബിസിനസ് ടു ബിസിനസ് വരുന്ന ട്രാൻസാക്ഷൻസിനെയാണ് ഇലക്ട്രോണിക് ബിസിനസ് അല്ലെങ്കിൽ ഇ-ബിസിനസ് എന്ന് പറയുന്നത്. എന്നാൽ ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ആസ് എ കമ്പനീസ് പ്രൈമറി ഓർ എക്സ്ക്ലൂസീവ് പോർട്ടൽ ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അതായത് എക്സാമ്പിളായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട് അവരൊക്കെ ചെയ്യുന്ന പോലെ അവർക്ക് കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യാനുള്ള പ്രൈമറി അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് പോർട്ടലാണ് എന്ത്? ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഇ-കൊമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഒരു ഇ-കൊമേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് നിന്ന് ഡിറൈവ് ആയതാണ് ഈ ബിസിനസ്. പക്ഷേ അത് ഇറ്റ് ഈസ് നോട്ട് ഓപ്പൺ ടു കസ്റ്റമേഴ്സ്. ഇറ്റ് ഈസ് മെയിൻലി ബിറ്റ്വീൻ ട്രേഡ് പാർട്ട്നേഴ്സ്. ബിസിനസ്സിൽ നമ്മളുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉള്ള അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഡീലിങ്സ് ഉള്ള ആളുകൾ തമ്മിലുള്ള കണക്ഷൻസാണ് ഈ ബിസിനസ്സിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ബിസിനസ്സും ഈ കൊമേഴ്സും തമ്മിലുള്ള ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോയിൻറ്റ്സ് ഓഫ് ഡിഫറൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇ-കൊമേഴ്സ്, സെക്കൻഡ് ഇ-ബിസിനസ്. ആ രീതിയിലാണ് പറയുന്നത്. ഫസ്റ്റ് ഇ-കൊമേഴ്സ് ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം. ഇ-ബിസിനസ് ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. അതായത് ഇ-കൊമേഴ്സിൽ കസ്റ്റമേഴ്സിനാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ആർക്കും അതിൽ ആക്സസ് ചെയ്യാം. അല്ലെ, നമുക്കൊരു ആമസോണിൻ്റെ ഒരു വെബ്സൈറ്റ്, ആമസോണിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആർക്ക് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ സാധനങ്ങൾ വാങ്ങിക്കാം, സാധനങ്ങൾ കാണാം, പ്രൈസ് അറിയാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. അതായത് ട്രേഡ് പാർട്ട്നേഴ്സിന് മാത്രമേ അതിൽ ആക്സസിബിലിറ്റി ഉണ്ടാവും. ഒരു ബിസിനസ്സിൻ്റെ ഈ ബിസിനസ് സിസ്റ്റത്തിലേക്ക് ഒരു സാധാരണ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ്, ഇ-കൊമേഴ്സ് നോട്ട് സെക്യൂർഡ്, ഇ-ബിസിനസ് സെക്യൂർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ റീസൺ കൊണ്ട് തന്നെ ആക്സസിബിലിറ്റി ലിമിറ്റ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് സെക്യൂർഡ് ആണ്. പക്ഷേ ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം സെക്യൂർഡ് അല്ല. പിന്നെ ഡീൽസ് മോർ വിത്ത് ടെക്നോളജി. ഇ-ബിസിനസ് ഡീൽസ് വിത്ത് പ്രോസസ്സസ് നീഡഡ് ടു ഫെസിലിറ്റേറ്റ് ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സ് കൂടുതലും ടെക്നോളജി ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഇ-ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡീൽ ചെയ്യാനുള്ള തരത്തിലേക്ക് ആവാനുള്ള പ്രോസസ്സസാണ് അതിൽ ചെയ്യുന്നത്. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ സ്പീഡാക്കിയാൽ മാത്രമേ ഈ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം എഫിഷ്യൻ്റായിട്ട് നടക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻസാണ് ഇതിൽ വരുന്നത് ഇ-ബിസിനസ്. നെക്സ്റ്റ്, ഇ-കൊമേഴ്സിൽ ഡസ് നോട്ട് ഇൻവോൾവ് ദ യൂസ് ഓഫ് EDI. ഇ-ബിസിനസ് യൂസസ് EDI. നമുക്ക് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്താണെന്ന് ഒന്നുകൂടെ പറയാം. എന്നാലും ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താണ്? ഇ-കൊമേഴ്സിൽ അത് യൂസ് ചെയ്യുന്നില്ല, ഈ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്? ബിസിനസ് ഡോക്യുമെൻറ്റ്സ് ഇലക്ട്രോണിക്കലി കൺവേ ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുക. അതായത് പർച്ചേസ് ഇൻവോയ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുക. ശരിക്കും ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ചും ഈ ബിസിനസ്സും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പക്ഷേ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ചിനേക്കാളും കുറച്ചും കൂടെ എക്സ്പാൻഡഡ് ഫോമാണ് ഈ ബിസിനസ്, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, ഓൾവേസ് ഓപ്പറേറ്റ്സ് ഓൺ ഇൻ്റർനെറ്റ്. ഇ-കൊമേഴ്സ് എപ്പോഴും ഇൻ്റർനെറ്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ബിസിനസ് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇൻട്രാനെറ്റാണ്. അതായത് പ്രൈവറ്റ് ഒരു നെറ്റ്വർക്കാണ് എന്ത് ഇൻട്രാനെറ്റ് എന്നുള്ളത്. അതിലിപ്പോൾ ഒരു 3 ഫേം കൂടിയിട്ടൊരു ഇൻട്രാനെറ്റ് ഉണ്ടെങ്കിൽ ആ 3 ഫേമിൽ അവർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് ആക്സസിബിലിറ്റി ഉണ്ടാവും, പബ്ലിക്കിന് ആക്സസിബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇ-കൊമേഴ്സ് ഇൻ്റർനെറ്റിലാണ്, ഈ ബിസിനസ് ഇൻട്രാനെറ്റിലാണ്. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ലിമിറ്റഡ് നെറ്റ്വർക്കാണ്. നെക്സ്റ്റ്, ഇ-കൊമേഴ്സ് ഇൻവോൾവ്സ് ഓൾ ടൈപ്സ് ഓഫ് കോമേഴ്സ് ട്രാൻസാക്ഷൻസ്. എല്ലാ ടൈപ്പുള്ള കോമേഴ്സ് ട്രാൻസാക്ഷൻസും ഇ-കൊമേഴ്സിൽ വരുന്നുണ്ട്. ഈ ബിസിനസ്സിൽ ഇൻവോൾവ്സ് എക്സ്പ്ലിസിറ്റ്ലി ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഈ ബിസിനസ്സിൽ വരുന്നത്.
ഇ-കൊമേഴ്സ് ഈസ് യൂസ്ഡ് ഫോർ സ്മോൾ ആൻഡ് ബൾക്കി ട്രാൻസാക്ഷൻസ് അല്ലേ. നമുക്കിപ്പോൾ ആമസോണിലൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും നമുക്കൊരു 50 രൂപയുടെ സാധനം അല്ലെ 20 രൂപയുടെ സാധനവും വാങ്ങിക്കാം, അതേപോലെ തന്നെ ബൾക്കായിട്ടും വാങ്ങിക്കാം അല്ലേ. പക്ഷേ ഈ ബിസിനസ്സാണ് യൂസ്ഡ് ഫോർ ബൾക്കി ട്രാൻസാക്ഷൻസ്, കാരണം ബിസിനസ് ടു ബിസിനസ് അല്ലേ, അപ്പോൾ അതിൽ എല്ലാ ട്രാൻസാക്ഷൻസും ബൾക്ക് എമൗണ്ട് ആയിരിക്കും. നെക്സ്റ്റ്, ഇ-കൊമേഴ്സ് ഫോക്കസ്ഡ് ഓൺ ബിസിനസ് ടു കൺസ്യൂമർ ആക്ടിവിറ്റീസ്. ഇ-കൊമേഴ്സിൽ ബിസിനസ്സിന് കൺസ്യൂമർ അടുത്തുള്ള ആക്ടിവിറ്റീസാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ബിസിനസ് ഫോക്കസ്ഡ് മോർ ഓൺ ബിസിനസ് ടു ബിസിനസ് ആക്ടിവിറ്റീസ്. പിന്നെ ഒരു പോയിന്റ്, ഇ-കൊമേഴ്സ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എ ട്രഡീഷണൽ ബിസിനസ് മോഡൽ. ട്രഡീഷണൽ ബിസിനസ് മോഡൽ പണ്ട് മുതലേ ബിസിനസ്സും കൺസ്യൂമേഴ്സും തമ്മിൽ തന്നെയാണ് ആക്ടിവിറ്റി വരുന്നത് അല്ലേ, അതിൻ്റെ ഒരു മോഡേൺ വേർഷനാണ് ഇ-കൊമേഴ്സ്. ഈ ബിസിനസ് ഈസ് ആൻ ഓൺലൈൻ ബിസിനസ് ഓൺലി. ഈ ബിസിനസ് പറഞ്ഞാൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഓൺലൈനായിട്ട് ചെയ്യുക, അത്ര മാത്രമേ ഈ ബിസിനസ്സിൽ വരുന്നുള്ളൂ, കസ്റ്റമേഴ്സ് അതിൽ വരുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇ-കൊമേഴ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ്. Next, we are going to discuss the term electronic data interchange or EDI. It is the electronic interchange of business information using a standardized format, a process which allows one company to send information to another company electronically rather than with paper. Business entities conducting business electronically are called trading partners. അപ്പോൾ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഡോക്യുമെൻറ്റ്സ് ഡിജിറ്റലി ട്രാൻസ്മിറ്റ് ചെയ്യുക. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു റിസീപ്റ്റ്സ് അല്ലെങ്കിൽ ഇൻവോയ്സസ് ഒക്കെ പേപ്പറിൽ നമ്മൾ കാണില്ലേ, അങ്ങനത്തെയൊക്കെ ഇലക്ട്രോണിക് ഡോക്യുമെൻ്റായിട്ട് ഡിജിറ്റലി സെൻഡ് ചെയ്യുന്നതിനെ റിസീവ് ചെയ്യുന്നതിനെയൊക്കെയാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുക. ഇങ്ങനെ ചെയ്യുന്ന ബിസിനസ് എൻറ്റിറ്റീസിനെ പറയുന്ന പേരാണ് ട്രേഡിംഗ് പാർട്ട്നേഴ്സ്. ട്രേഡിംഗ് പാർട്ട്നേഴ്സ് തമ്മിലാണ് ഈ ഒരു ട്രാൻസ്മിഷൻ നടക്കുക. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും അതേപോലെ ലിമിറ്റേഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ബെനിഫിറ്റ്സ് ഓഫ് EDI. ഫസ്റ്റ് വൺ, ലോവർ പ്രോസസ്സിങ് കോസ്റ്റ്. അതായത് ഡോക്യുമെൻറ്റ്സ് പ്രോസസ്സ് ചെയ്യാനുള്ള കോസ്റ്റൊക്കെ വളരെ കുറവാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു 100 ആളുകൾക്ക് 100 സപ്ലയേഴ്സ് ഉണ്ട്, അവർക്ക് നമ്മൾ ഇൻവോയ്സ് അയക്കണമെങ്കിൽ 100 പേപ്പറിൽ അത് പ്രിൻറ്റ് ചെയ്തെടുക്കുന്ന കോസ്റ്റും ഡിജിറ്റലി അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കോസ്റ്റും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പം പ്രോസസ്സിങ് കോസ്റ്റ് കുറവാണ്. സെക്കൻഡ്, ഇംപ്രൂവ്സ് ദ ഓവറോൾ ക്വാളിറ്റി ഓഫ് ഡാറ്റ. അതായത് മാനുവലി ചെയ്യുന്നതിനേക്കാളും ഡാറ്റയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. കാരണം എന്താണ്, അത് എല്ലാം ഡിജിറ്റലി ചെയ്യുന്നതാണ്. അപ്പോൾ ഒക്കെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിൽ കിട്ടും. അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവും. അതേപോലെ അതിൽ തെറ്റ് വരാനുള്ള ചാൻസസ് ഒക്കെ കുറവാണ്. ആ രീതിയിൽ ഡാറ്റയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. തേർഡ്, ഹെൽപ്സ് ടു റിഡ്യൂസ് ഇൻവെൻട്രി ലെവൽ. അതായത് നമുക്ക് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരാൾക്ക് ഓർഡർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ അവരുടെ അടുത്ത് എത്തും. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു എൻക്വയറി സെൻഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന് അത് അവർക്ക് റിസീവ് ചെയ്യാനും പറ്റും അല്ലേ. അപ്പോൾ അവിടെ ഒരു ടൈമിൻ്റെ ഒരു ഡിലേ വരില്ല. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അൺനെസസറി ആയിട്ട് ഇൻവെൻറ്ററി കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴാണോ തീരുന്നത് അപ്പോൾ തന്നെ നമുക്കതിൻ്റെ എൻക്വയറി കൊടുത്ത് നമുക്കതിൻ്റെ കൊട്ടേഷൻ എടുത്ത് നമുക്കത് വാങ്ങിക്കാനുള്ള ആക്ടിവിറ്റീസൊക്കെ വളരെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇൻവെൻറ്ററി ലെവൽ ഒപ്റ്റിമമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. നെക്സ്റ്റ് പോയിൻറ്റ്, ഡാറ്റ ഈസ് എൻറ്റേർഡ് ഓൺലി അറ്റ് ദ സോഴ്സസ്. അതായത് എവിടെ നിന്നാണോ ഒരൊറ്റ സ്ഥലത്തു നിന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, ഡാറ്റ എൻ്റർ ചെയ്താൽ മതി. പിന്നെ എന്ത് ചെയ്താൽ മതി, അത് ഡിജിറ്റലിയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഇറേഴ്സ് വരില്ല. മാനുവലി എല്ലാ പോയിൻറ്റിലും എൻ്റർ ചെയ്യുന്ന ഡാറ്റ എൻട്രി വരാത്തതുകൊണ്ട് തന്നെ ഇറേഴ്സ് വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ കസ്റ്റമർ റിലേഷൻ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ ബെറ്റർ ക്വാളിറ്റി ആൻഡ് സ്പീഡ് ഓഫ് സർവീസസ്. ബിസിനസ് റിലേഷൻസ് വിത്ത് ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ക്യാൻ ഓൾസോ ബി ഇംപ്രൂവ്ഡ്. അതായത് ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് സ്പീഡാവുമ്പം അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ സർവീസും ബെറ്റർ ആക്കാൻ വേണ്ടി കഴിയും. ഇത്രയാണ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. നെക്സ്റ്റ്, ഡ്രോബാക്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഓഫ് EDI. ഫസ്റ്റ് വൺ, ഹൈ കോസ്റ്റ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്. കാരണം എന്താണ്, വൺ ഓഫ് ദ സിവിയർ ക്രിറ്റിസിസം ലെവൽഡ് അഗെയിൻസ്റ്റ് EDI ഈസ് ഹൈ കോസ്റ്റ്. EDI ആപ്ലിക്കേഷൻസ് ആർ കോസ്റ്റ്ലി ടു ഡെവലപ്പ് ആൻഡ് ഓപ്പറേറ്റ്. ഈ EDI നമുക്ക് വർക്ക് ആവണമെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം, സോഫ്റ്റ്വെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അത് ഡെവലപ്പ് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. സെക്കൻഡ്, ലിമിറ്റഡ് ആക്സസബിലിറ്റി.
EDI applications do not allow consumers to communicate and transact with the suppliers in an easy and direct ways. അപ്പം നെറ്റ്വർക്കിംഗ് ഫെസിലിറ്റീസ് റിക്വയർ സർട്ടൈൻ സോഫ്റ്റ്വെയർ ടു ആക്സസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഫോംസ് ത്രൂ EDI എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്സസബിലിറ്റി വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പം നമ്മളൊരു ഇൻട്രാനെറ്റിൽ ഒരു 2 പാർട്ടീസ് വരുന്നുണ്ട്, അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, മൂന്നാമതൊരാളെയും കൂടെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതാണ് ലിമിറ്റഡ് ആക്സസബിലിറ്റി. തേർഡ്, റിജിഡ് റിക്വയർമെൻറ്റ്സ്. ഈ EDI ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനുള്ള റിക്വയർമെൻറ്റ്സ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്, റിജിഡ് ആണ്. EDI ഇൻസിസ്റ്റ് അപ്പോൺ ദി ട്രാൻസാക്റ്റിംഗ് പാർട്ടീസ് ടു ഫോളോ റിജിഡ് എഗ്രിമെൻറ്റ്സ് അബൌട്ട് ദി സ്ട്രക്ചർ ആൻഡ് മീനിങ് ഓഫ് ഡാറ്റ. അതിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളതിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ദ എഗ്രിമെൻറ്റ്സ് ആർ ടൈം കൺസ്യൂമിങ് ടു നെഗോഷിയേറ്റ്, റിജിഡ് ആൻഡ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. അത് നമുക്ക് പ്രാക്ടിക്കലി നോക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ച് പാടാണ്. സാധാരണ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന പോലെ ഫ്രീ ആയിട്ട് ഈ ഒരു പിന്നെ EDI നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പാർഷ്യൽ സൊല്യൂഷൻസ്. അതായത് നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല ഇഷ്യൂസിനും ഒരു പാർഷ്യൽ, ഒരു എന്താ പറയുക, ഹാഫ് വേ ഡൺ സൊല്യൂഷൻസ് മാത്രമാണ് EDI പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മൾ ആദ്യമേ പറഞ്ഞു EDIൻ്റെ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കോസ്റ്റ്ലി ആണ്, അതേപോലെ അത് ടൈം എടുത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടിട്ട് തന്നെ ബിസിനസ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക്കാണ്, എപ്പോഴും ചേഞ്ചസ് വരും അല്ലേ. നമ്മൾ ചിലപ്പം നമ്മുടെ സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് തന്നെ ഇപ്പോൾ ചിലപ്പം മാറും അല്ലേ, നമുക്ക് ബെറ്റർ കൊട്ടേഷൻസ് കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ട് മാറും, അല്ലെ പ്രൈസിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഒക്കെ എല്ലാ രീതിയിലും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ നമുക്ക് ഈ EDIയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു എന്താണ്, നമുക്കുള്ള മാനുവലി വരുന്ന ഇഷ്യൂസിനൊക്കെ ഒരു പാർഷ്യൽ സൊല്യൂഷൻ മാത്രമേ EDI ആവുന്നുള്ളൂ, ഒരു കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് സൊല്യൂഷൻ ഒന്നും അല്ല EDI. പിന്നെ ലാസ്റ്റ് പറയുന്ന പോയിന്റ് ക്ലോസ്ഡ് വേൾഡ് അല്ലേ. നമ്മൾ പറഞ്ഞു ഇൻ്റർനെറ്റ് പോലെ ഓപ്പൺ ടു ഓൾ അല്ല, ഇൻട്രാനെറ്റാണ്, ക്ലോസ്ഡ് നെറ്റ്വർക്കാണ്, ലിമിറ്റഡ് ആളുകൾക്ക് മാത്രമേ ഇതിൽ ആക്സസ് വരുന്നുള്ളൂ. ദി സ്കോപ്പ് ഓഫ് EDI ആപ്ലിക്കേഷൻ ഈസ് വെരി ലിമിറ്റഡ്. The concept of closed world is outdated, consequent on the popularity of World Wide Web makes it easier for organization to enter into open web related marketplace. അതായത് വേൾഡ് വൈഡ് വെബൊക്കെ വന്നതോടുകൂടി തന്നെ ഈ ഒരു ക്ലോസ്ഡ് നെറ്റ്വർക്കിൻ്റെ റെലവൻസ് കുറഞ്ഞു വരികയാണ്. ആർക്കും എന്താ പറയുക, അതിൽ ആക്സസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ EDI എന്നുള്ളതൊരു ക്ലോസ്ഡ് വേൾഡ് ആണെന്നുള്ളത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ ഇത്രയാണ് EDIയുടെ ബെനിഫിറ്റ്സും ഡ്രോബാക്സും.